മുത്തായവനെ ഇന്നും സൂര്യനും ചന്ദ്രനും നയവനെ കാലം കാത്തു വച്ച രക്ഷകനെ സംഹാരകനെ ഞങ്ങൾ കണ്ണനായി വന്നവനെ ഭയമേ മാറിപ്പോയി എണ്ണൻ മന്ത്രം വിട്ടുന്നില്ല ഇരുട്ടിൽ സിദ്ധി പാടും രാജാവുക്ക് എല്ലാവരും സുല്ലേ ഇവനെ കൊണ്ടുവാനായും ജനത്തിലൊക്കെ കാലം എടുത്തു വച്ചാൽ സ്വർഗം പോലും ശീലം പണ്ട് മാറാത്ത വ്യാധി ഹിൻസിൽ പുത്തി വച്ച രംഗക്കലി തീരാത്ത വാശി അന്നും ഈശവച്ചോരാട്ട പുലി ഇടയാൻ മുന്നോർക്കും മുന്നോർക്കും പുണ്ടയാവത്ത് രക്തച്ചോര കൊണ്ട് ജ്യൂസടിച്ച് സുരാസത്തെ ഇവനെ പടച്ചുവിട്ട പടവുകളെ ഇന്നും സൂര്യനും ചന്ദ്രനും നയവനെ കാലം കാത്തു വച്ച രക്ഷകനെ സംഹാരകനെ ഞങ്ങൾ കണ്ണനായി വന്നവനെ ഭയമേ മാറിപ്പോയി എണ്ണൻ മന്ത്രം വിട്ടുന്നില്ല ഇരുട്ടിൽ സിദ്ധി പാടും രാജാവുക്ക് എല്ലാവരും സുല്ലേ ഇവനെ കൊണ്ടുവാനായും ജനത്തിലൊക്കെ കാലം എടുത്തു വച്ചാൽ സ്വർഗം പോലും കൊണ്ട് വിദ്യാലം കൊണ്ട് ഹരിശി തോക്കിൻ കാഞ്ചി വലി ശീലം പണ്ട് മാറാത്ത വ്യാധി ഹിൻസിൽ പുത്തി വച്ച രംഗക്കലി തീരാത്ത വാശി അണ്ണൻ ഈശവച്ചോരാട്ട പുലി ഇടയാൻ മുന്നോർക്കും പുണ്ടയാവത്ത് രക്തച്ചോര കൊണ്ട് ജ്യൂസടിച്ച് സുരാസത്തെ ഇവനെ പടച്ചുവിട്ട പടവുകളെ ക്രിസ്റ്റിമോനെ വെള്ളത്തിൽ നോക്കി നിൽക്ക. ഇങ്ങോട്ട് നോക്കൂ. ഏയ് ഹലോ അനിൽ, ഇങ്ങോട്ട് നോക്കൂ. ഇത് ചേട്ടനും അനിയനും അനിയത്തിയും ഇങ്ങനെ നോക്കിയിരിക്കുക. ആ
അങ്ങനെ രണ്ട് ചേട്ടനും അനിയനും കൂടെ അടുത്തടുത്തിരിക്കുക. ഒരനിയൻ കുളിക്കുന്നു. എല്ലാവരും ഇങ്ങനെ മീൻപിടിപ്പാറയിൽ വന്ന് വെള്ളം ഇങ്ങനെ ഒഴുകുന്ന കണ്ട് ഇങ്ങനെ ആസ്വദിച്ചിരിക്കുക. മീൻപിടിപ്പാറയിൽ വെള്ളം നല്ല കുത്തി ഒഴുകുന്നുണ്ട്. ഇവിടെ ഇരിക്ക്. പക്ഷേ മീൻപിടിപ്പാറയിലെ വെള്ളം, മൈ ഗോഡ്, എന്തൊരു ഭയങ്കര സ്പീഡിലാണ് വെള്ളം കുത്തി ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. കുത്തി ഒഴുകാൻ വെച്ച് കുത്തി ഒഴുകി പോയിക്കൊണ്ടിരിക്കുകയാണ്. മീൻപിടിപ്പാറയിലെ വെള്ളം നോക്കി താഴോട്ടുള്ള വെള്ളം കണ്ടില്ലേ? മൈ ഗോഡ്, വെള്ളത്തിൽ കുത്തി ഒഴുകുക. വെള്ളം കണ്ടില്ലേ? സൂപ്പർ, അടിപൊളി ദൃശ്യം. ഇത് കണ്ടില്ലേ? ആതിരപ്പള്ളി വാഴച്ചാലിനേക്കായും ഭയങ്കര ഒഴുക്കാണ് ഇവിടുത്തെ നമ്മുടെ മീൻപിടിപ്പാറയുടെ വെള്ളത്തിൻ്റെ ഒഴുക്ക് കണ്ടോ? ഞങ്ങളെ മീൻപിടിപ്പാറയെ കാണാൻ വേണ്ടി വന്നതാണ്. പക്ഷേ വെള്ളത്തിൻ്റെ ഒഴുക്ക് ശക്തി കണ്ടില്ലേ? ഇതിൽ കൂടെ ഇപ്പം തന്നെ നമുക്ക് ഇലക്ട്രിസിറ്റി ഉൽപ്പാദിക്കുക, അത്രയും ശക്തമായ ഒഴുക്കാണ്. കണ്ടോണ്ട് തലയിടിച്ചാലും പോവാം. ഇവിടെ നല്ല കുഴിയാണ്. കുളിക്കട്ടെ? തെറ്റി അങ്ങോട്ട് പോലെ, തെറ്റി അങ്ങോട്ട് പോയാൽ നീ ഒഴുകിപ്പോകും കേട്ടോ. പാറയിൽ വെള്ളം ഒഴുകുന്ന ഒഴുക്കിന്റെ ശക്തി കണ്ടും എൻ്റെ ദൈവമേ. ഇന്ന് തിരുഹൃദയത്തിൻ്റെ തിരുനാളാണ്. തിരുഹൃദയത്തിൻ്റെ തിരുനാളിൽ നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് വരണം മനുഷ്യൻ്റെ സ്നേഹം. ഉള്ളിൽ നിന്ന് വരുന്ന സ്നേഹം എന്താ പറയുക, ഈ നമ്മുടെ മീൻപിടിപ്പാറയിലെ വെള്ളം ഒഴുകുന്നില്ലേ, നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന സ്നേഹമാണെങ്കിൽ ഇതുപോലെ ഒഴുകും, കുത്തി ഒഴുകും. അപ്പം നമ്മുടെ ഉള്ളിൽ നിന്ന് നമ്മുടെ മാതാപിതാക്കളോട് നമ്മളെ സ്നേഹം ഉണ്ടായിരിക്കുക. അതേപോലെ തന്നെ നമ്മൾ വിവാഹം കഴിച്ച് ചെല്ലുന്ന വീട്ടിലെ മാതാപിതാക്കളെ നോക്കുക. നമ്മൾ രണ്ട് വീട്ടിലെയും കുടുംബങ്ങളെ ഒന്നിപ്പിക്കുക. നമ്മൾ വിവാഹം കഴിഞ്ഞതിന് ശേഷം നമ്മൾ രണ്ട് കുടുംബങ്ങളെയും ഒന്നിപ്പിക്കണം.
അപ്പം നമ്മുടെ സ്നേഹം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തിരുഹൃദയത്തിൻ്റെ തണലിൽ നമ്മൾ ആയിരിക്കണമെങ്കിൽ നമ്മുടെ മനസ്സിലെ സ്നേഹം ഉള്ളിൽ നിന്നായിരിക്കണം. അപ്പോൾ ഉള്ളിൽ നിന്ന് വരുന്ന സ്നേഹമാണെങ്കിൽ നമുക്ക് എല്ലാ കുടുംബങ്ങളെയും ഒന്നിപ്പിച്ച് കൊണ്ടുപോകാൻ സാധിക്കും. അപ്പോൾ ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ടെങ്കിലും നമ്മുടെ ഉള്ളിൽ സ്നേഹം ഉണ്ടെങ്കിൽ അടുത്ത ദിവസം തന്നെ നമ്മളെല്ലാം മറക്കും. ഞാനങ്ങനെയാണ്. എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലാണെങ്കിൽ ഒരു ദിവസം ചെറിയ കാര്യങ്ങൾ പിണങ്ങിയാൽ പോലും നെക്സ്റ്റ് ഡേയിൽ ഞാൻ തന്നെ അങ്ങോട്ട് ചെല്ലും. അപ്പോൾ അതുകൊണ്ട് ഇപ്പോഴും 2 കുടുംബങ്ങളും സന്തോഷമായിട്ട് കഴിയുന്നു. അപ്പം നമ്മൾ തിരുഹൃദയ തണലിലാകണമെങ്കിൽ നമ്മൾ എവിടെയായിരിക്കുന്നോ അവിടെ നമ്മുടെ ഉള്ളിൽ നിന്ന് വേണം സ്നേഹം വരാൻ, മറ്റുള്ളവർക്ക് സ്നേഹം കൊടുക്കുവാനും. അപ്പം നമ്മൾ എവിടെയായിരിക്കുന്നോ അവിടെ ആ സ്നേഹം കൊടുക്കുമ്പോൾ നമുക്ക് എപ്പോഴും ഒരു നല്ല സ്ഥാനം ഉണ്ടായിരിക്കും. ആ സ്ഥാനം ഒരിക്കലും മറ്റുള്ളവരിൽ നിന്ന് നഷ്ടപ്പെടുകയില്ല. ഏവർക്കും തിരുഹൃദയ തിരുനാളിൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു.